ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ഒരു ഈസി ചിക്കൻ തോരനാണ് ഉണ്ടാക്കാൻ പോകുന്നത്. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഡിഷാണ്. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മൾ ചിക്കൻ തോരൻ ഉണ്ടാക്കാൻ വേണ്ടി ആദ്യം നമ്മൾ ആ ചട്ടി ജസ്റ്റ് ഒന്ന് ചൂടാക്കിയതിന് ശേഷം നമ്മൾ ജസ്റ്റ് ഇതിൽ വെളിച്ചെണ്ണ കുറച്ചൊന്ന് ഒഴിക്കുന്നു, ഒരു അടിഭാഗം മാത്രം ഒന്ന് ഉണ്ടാവാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ആ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ നമ്മൾ ജസ്റ്റ് അതിലേക്ക് ഇത്തിരി കടുക് പൊട്ടിക്കും. ഒന്ന് ചൂടായി വന്നതിന് ശേഷം കടുക് ഇടാം. അപ്പോൾ നമ്മുടെ കടുക് ഇപ്പോൾ പൊട്ടിക്കൊണ്ടിരിക്കുന്നു, കണ്ടറിയാം. നമുക്കിവിടെ ഒരു ലൈറ്റിൻ്റെ ഒരു ചെറിയ പ്രശ്നമുണ്ട്, ഒരു ഷാഡോ വരുന്നുണ്ട്. അതുകൊണ്ട് ഒന്ന് പറയുകയുണ്ടാവും. അപ്പോൾ നമ്മളാദ്യം ഇഞ്ചി ഇട്ടു, ഒക്കെ ഒന്ന് ഇളക്കി. അത് കഴിഞ്ഞിട്ട് നമ്മുടെ അടുത്ത സാധനം ഇടാൻ പോകുന്നു. വെളുത്തുള്ളി ഇട്ടു. അതിട്ടിട്ടൊന്ന് ഒരു ചെറിയ തീയൊന്ന് കുറച്ച് വെച്ചാൽ നല്ലതായിരിക്കും. തീയൊന്ന് ഇത്തിരി ഓക്കെ സിമ്മിലിടായിരിക്കും നല്ലത്, കാരണം അല്ലെങ്കിൽ നമ്മൾ ഇട്ട മുളക് ഒക്കെ കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ ആ പച്ചമുളക് ഇടുക. പച്ചമുളക് ഇട്ടു. വളരെ സിമ്പിളായിട്ടാണ് ഈ ചിക്കൻ തോരൻ വയ്ക്കാൻ പോകുന്നത്. എല്ലാവർക്കും ഡിഫറെൻറ്റ് വെറൈറ്റീസ്. ചിലർ നാളികേരമൊക്കെ ഇടുന്നവരൊക്കെ ഉണ്ട്, നാളികേരം ചിരകിയതൊക്കെ, അതൊക്കെ അവരവരുടെ ഇഷ്ടം പോലെ ഇടാം. നമ്മളിതിൽ നാളികേരം ചിരകിയതൊന്നും ഇടാൻ പോകുന്നില്ല. നമ്മളിതിൽ നല്ല മണമൊക്കെ വരുന്നുണ്ട്. വെളുത്തുള്ളി ഇഞ്ചി മൂക്കണേൻ്റെ ഒരു മണമൊക്കെ നല്ല സ്റ്റൈലായിട്ട് വരുന്നുണ്ട്. ഇങ്ങനെ നമ്മളിവിടെ നിന്ന് നന്നായി ഇളക്കിക്കൊണ്ടിരിക്കണം. നല്ല ചൂടാണ് ഇവിടെ. ഇനി നമുക്കിതിലേക്ക് ക്യാരറ്റ്, കോളിഫ്ലവർ, ചിക്കൻ്റെ ബ്രസ്റ്റാണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത്. ഇത് മൂന്നും നമുക്ക് ഇടാം. മൂടി വെക്കാതെ വേണം നമുക്കിത് വേവിക്കാൻ. നമ്മളൊരു കാര്യം ശ്രദ്ധിക്കണം, ഇത് നമ്മളെ ഈ ചട്ടിയുടെ അടപ്പ് എടുത്തിട്ട് അടച്ചു വെക്കരുത്. അടച്ചു വെച്ച് കഴിഞ്ഞാൽ ഇതാകെ ഈ കോളിഫ്ലവർ എല്ലാം കുഴ അങ്ങനെയാവും. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ അത് തുറന്ന് തന്നെ ഇട്ട് വേവിക്കണം. ഇല്ല, നമുക്ക് കാണാം ചിക്കൻ്റെ കളറെല്ലാം മാറിയിട്ട്. ഇനിയാണ് നമ്മൾ ഇതിൻ്റെ പൊടികൾ ഇടാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഇടാൻ പോകുന്നത്, ഫസ്റ്റ് നമ്മൾ ഇടാൻ പോകുന്നത് മഞ്ഞൾപ്പൊടിയാണ്. മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഇടുക. ഒരു 4 സ്പൂണോളം മഞ്ഞൾപ്പൊടി ഇടുക. ഓക്കെ, മഞ്ഞൾപ്പൊടി ഇട്ടുണ്ട്. നമ്മൾ കുറച്ച് കുരുമുളക് പൊടി ഇടും. ഒരു 1/2 സ്പൂണോളം ഓക്കെ, ഒരു 1/2 സ്പൂണോളം കുരുമുളക് പൊടി ഇടുന്നുണ്ട് നമ്മൾ. അത് നിങ്ങളുടെ എരിവിനനുസരിച്ച്. പിന്നെ നമ്മൾ ആവശ്യത്തിന് ഉപ്പ്. ഓക്കെ, ഇനി നമ്മളിതൊന്ന് ഇളക്കി കൊടുക്കുക നല്ലോണം. അപ്പോൾ ഇപ്പോഴും അത് വേവും. നല്ലോണം ഇളക്കി കൊടുക്കുക. പിന്നെ നാരങ്ങ നിങ്ങൾക്ക് വേണമെങ്കിൽ പിഴിയാം, അത് നിങ്ങളുടെ യൂസർ ഫ്രണ്ട്ലിയാണ്, ചോയ്സ്. നമുക്ക് ഈ സാധനം ഇത്രയ്ക്ക് ആയിട്ടുണ്ട്. നമ്മുടെ വെജിറ്റബിൾ തോരനൊക്കെ ഉണ്ടാക്കുന്ന പോലെ തന്നെ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്ന ഒരു ഡിഷാണിത്. ഇപ്പോൾ നമ്മുടെ ചിക്കൻ തോരൻ്റെ ഫൈനൽ സ്റ്റേജ് എത്തിയിട്ടുണ്ട്. നമ്മൾ പറഞ്ഞ പോലെ തന്നെ കുറച്ച് ഗരം മസാല അതിൻ്റെ മുകളിൽ ഇടണം. അത് കഴിഞ്ഞ് നമ്മൾ ലാസ്റ്റ് നമ്മുടെ ഗാർണിഷ് ചെയ്യാനുള്ള ഐറ്റംസ്, കുറച്ച് ക്യാപ്സിക്കം ഇതും കൂടി ഇട്ടിട്ട്, പിന്നെ നമ്മുടെ ചിക്കൻ തോരൻ ഇപ്പോൾ ഓൾറെഡി റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മളിത് നല്ല സ്വാദിഷ്ടമായൊരു പാത്രത്തിലേക്ക് മാറ്റി നല്ല രീതിയിൽ നല്ല സ്പൂണൊക്കെ എടുത്ത് അല്ലെങ്കിൽ കൈ കൊണ്ടൊക്കെ എടുത്ത് കഴിക്കുക. അടിപൊളിയായിട്ട്. ഇതൊരു കീറ്റോ ഫുഡും കൂടിയാണ്.
ഓക്കെ, എല്ലാവരും ഡയറ്റൊക്കെ ചെയ്യുന്നവർക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഡിഷ് കൂടിയാണ്. താങ്ക് യു ഫോർ വാച്ചിങ് ചിന്നമ്മാസ് വ്ലോഗ്.